ഇനി നാളെ ബുദ്ധിയിൽ ഉസ്താദിന് ചപ്പ ചോറും കറിയെല്ലാം കൊടുത്താൽ മുസീബത്താക്കിയിരുന്ന നിങ്ങ വെച്ച കൊടുക്കോ ഇവിടെ ചപ്പാക്കി എടുത്തിരുന്നോളൂ സംഭവം അതല്ലേ. നിങ്ങ നാളെ ജാവത്തെ ചില ടിഫിനുള്ള ബന്ധങ്ങൾ അപ്പറ പോന്ന് എന്ത് സുബൈക്ക് ചാറിലും മുള്ളു മാത്രം ഇറച്ചിയൊന്നുമില്ല. പിന്നെ ഇറച്ചിയെല്ലാം എവിടെ കലങ്ങിട്ട അല്ലെങ്കിൽ അവിടെ കേട്ടിട്ട് അഡ്രസ് ഇല്ല. പിന്നെ മുള്ളു മാത്രം തൈലെന്നെ മുള്ളെല്ലാം സീയാന്ന് പോന്നെ കാണും ബുദ്ധിയിലല്ല. അങ്ങനെ ചപ്പ കൊടുക്കണ്ട, നിങ്ങൾ വെച്ച കൊടുക്കും അങ്ങ് സമാധാനത്തിൽ ചപ്പെല്ലാം ആക്കിയിട്ട് വേണേ പോലെ തിന്നോ അല്ലേ. അങ്ങനെ പറഞ്ഞു ഉസ്താദ്മാർക്കെല്ലാം മുസീബത്താക്കിയിട്ട് ഇയാളൊരു ബാഗ് തന്നിട്ട് നമുക്ക് ഉള്ള ചോറും ചായല്ല ചപ്പയാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്നെല്ലാം വെച്ച കൊടുക്കുക. അത് വേണ്ട പോലെ സുന്നത്ത് പോലെ ഉസ്താദ്മാർക്ക് കഴിച്ചോളും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്, അതിൽ ബറക്കത്തുണ്ട് എന്ന്. അത് നോമ്പുകാരനാണെങ്കിൽ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുഖൂരിഹാ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഉമ്മമാരെ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോ ഫർളില്ലെങ്കിലും കുളിച്ചിട്ടാണ് അങ്ങോട്ട് വരേണ്ടത്. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ കുളിപ്പിച്ചിട്ടാണ് പറഞ്ഞേക്കേണ്ടത്. ചെറിയ മക്കളൊക്കെ എന്ത് ചെയ്യും, മക്ക സുബൈക്ക് വന്നിട്ട് ഇങ്ങനെ ചൊരണ്ടുകൊണ്ട് മീശ ഇത് കട്ടി പീസ് പണ്ട് ഇങ്ങനെ ചൊരണ്ടുമ്പോ ഞാകർത്ത കണ്ണിലുള്ള ഒരു ഐറ്റമുണ്ട് കിട്ടുന്നവർക്ക്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. മക്കളെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് അവരെ പറഞ്ഞേക്കലാണ് ഖൈർ. രാവിലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബറക്കത്താണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എക്സാമിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യം പറഞ്ഞ് രാവിലത്തെ ആഹാരം ഒഴിവാക്കരുത്, രാത്രിയുടെ ആഹാരം ഒഴിവാക്കരുത്. രണ്ട് ആഹാരങ്ങളിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഒന്ന് രാവിലത്തെ ഫുഡാണ്, രാവിലത്തെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ്. അത് 11 മണിക്കല്ല, രാവിലെ എത്ര രാവിലെ പറ്റും അത്ര രാവിലെ കഴിച്ചാൽ ഗ്യാസ് സംബന്ധമായ രോഗങ്ങൾ, അൾസർ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാത്തിനും പരിഹാരമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതാരും ഒഴിവാക്കരുത്, അതിൽ ബറക്കത്തുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാത്രിയുടെ ഭക്ഷണവും ഒഴിവാക്കരുത്. ഒന്നുകിൽ മഗ്‌രിബിന് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞ് ഈ രൂപത്തിലാ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. അത് കഴിഞ്ഞ് ബാത്റൂമുകളിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കരുത്, കക്കൂസുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. അവർക്ക് മറവി വരുന്നു, അവർക്ക് മൂലക്കുരുവിന്റെ എന്താണ് പഠിച്ചോനെ ന്യൂ പടപ്പിൽ മൂലക്കുരു ഇല്ലേ, മൂലക്കുരു എന്താണ് മുളത്തെ രോഗം, അങ്ങനെയാ മുളവ്യാധി എന്ത് മോശമല്ല, നിങ്ങൾക്ക് അർത്ഥമല്ലേ ആ സമാനം. അതൊക്കെ വരാൻ കാരണമാകുന്നു. മഹാന്മാര് പറയുന്നു വസ്വാസ് ഉണ്ടാകാൻ കാരണമാകുന്നു. ബാത്റൂമിൽ ഇരുന്ന് മോതിരം മനക്കുക, മോതിരത്തിൽ കളിക്കുക. ബാത്റൂമിൽ ഇരുന്ന് തലക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ബാത്റൂമിൽ ഇരുന്ന് ചില ആൾക്ക് ബാത്റൂമിൽ പോയാൽ തിരിച്ചു വരാൻ ചില ആള് പറയുന്നത് ഇത്തര കൊസി എവിടെ പോയെന്നില്ല. എന്റെ യൂറോപ്യൻ ബാത്റൂം ഇരുന്നിട്ട് വാട്സപ്പ് എല്ലാ ചാറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ട് സമാധാന. അർജന്റില്ല, മക്ക ഫോൺ വലിച്ചെടുക്കുകയില്ല, ഒരു അർജന്റും ഇല്ല, ആരും കേൾക്കുകയില്ല, പിടിക്കുകയില്ല. പോയെങ്കിൽ ചില ആളുകൾ ബാത്റൂം ശൈത്താൻ വസിക്കുന്ന ഇടമാണ്. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ ഫ്രണ്ടുകളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ശൈത്താന്മാരായ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നത്. ബാത്റൂമിൽ ഇരുന്ന് സംസാരിക്കുക. ചില ആളൊക്കെ കക്കൂസിൽ പോയിരുന്നിട്ട് എന്തൊക്കെ
ഒരുപാട് സമയം ചെലവഴിക്കാൻ പാടില്ല. ഒരു അരമണിക്കൂറും കൂടി പറയാ. ഒരുപാട് സമയം ചെലവഴിക്കാൻ പാടില്ല. ചെലവഴിക്കുന്നവർക്ക് രോഗം വരാൻ, ദാരിദ്ര്യം വരാൻ, വെള്ളപ്പാണ്ട് വരാൻ, മറവി വരാൻ, വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ. ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള വസ്വാസ് വരുന്ന ഒരു ക്ലാസ്സിന് വേണ്ടി പോയി ഒരാള് ഭയങ്കര വസ്വാസ് ഓണുണ്ട് ബാലക്കാർ ഓനെ സ്വീപ്പാക്കിനെ മൂത്ര ഭീതിട്ട് കറക്റ്റ് ക്ലീൻ ആവണെങ്കിൽ കോട്ടന്റെ തുണി ഇട്ടിട്ട് ഉൾക്ക ഇട്ടിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കണം. അതിൽ എതിരിൽ മൂത്ര അത് ഉൾക്കഴിഞ്ഞത് പുറത്തെടുക്കണോ. ഓൻ കേട്ട് ഉസ്താദ് ഞങ്ങൾ അത് ഉൾക്ക കോട്ടന്റെ തുണി ഉൾക്ക പോയില്ലെങ്കിൽ എങ്ങനെ ആ ഉൾക്ക കടത്തണോ. ഞാൻ കേട്ട ഹയവാന നിങ്ങൾക്ക് ജീവിക്കണ്ട കുറച്ചു കാലം ഉള്ളത്തരുന്ന ആണോട് ചെന്ന ഉൾക്കത്ത് കോട്ടന്റെ തുണി എടുത്തിട്ട് ഉൾക്കുള്ള മൂത്രത്തിനെ പുറത്തെടുക്കണോ. അവന്റെ ജീവൻ കിട്ടുക പുറത്തെടുക്കാൻ. ഓൻ കേൾക്കുന്ന ഇങ്ങനെ കോട്ടന്റെ തുണി എങ്ങനെ ഉൾക്കയിടുന്നേന്ന് പഠിച്ചോനെ ഇന്നാലില്ല മാതല്ല. ഇങ്ങനെ വസുവാസ് നമുക്ക് നല്ലതല്ല. സ്ത്രീകൾക്കും വസുവാസ് നല്ലതല്ല. ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ അവർ ശൈത്താനിന്റെ കൂട്ടുകാരാണ്. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വരണം. ബാത്റൂമിൽ പോയി സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ ഒരു ദിവസം കുടിക്കുമ്പോ ഒരാൾ പറഞ്ഞു ഞാൻ പറ്റി പഠിച്ചോൻ ആരിപ്പ എന്നെ ബാത്റൂമിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ വെക്കറ ഇപ്പൊ ട്രാഫിക്കിലുള്ള പിന്നെ വിളിക്കുകയാണ് ഓടെ അപ്പുറത്തെ കക്കൂസ് നിന്നിട്ട് ചെന്ന് ഇപ്പൊ ട്രാഫിക്കിലുള്ള ഒടുക്കത്തെ ട്രാഫിക് ഏതാ. അങ്ങനെയാണ് അള്ളാഹുവെ അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ളതല്ല. അള്ളാഹു നമുക്ക് ആവശ്യം മാത്രം നിറവേറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകാനുള്ളതാണ്. ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് വരണം. ചില ആൾക്ക് ഐഡിയ അല്ല ഭാഷാതെ കക്കൂസൊന്ന് ചിലരുടെ പറഞ്ഞു അവിടെ തെച്ച് എങ്ങനത്തെ ഡിജിറ്റൽ ഐഡിയ അല്ല വരുന്നോണ്ട് 4G അല്ല 5G അല്ല കിട്ടുന്ന അതിന്റെ ഉള്ളിൽ തെച്ച് എന്തോ കൂടുതൽ സമയം ചെലവഴിക്കരുത്. പെട്ടെന്ന് ബാത്റൂമുകളിൽ നിന്ന് കുളിച്ചിറങ്ങണോ. പെട്ടെന്ന് ബാത്റൂമുകളിൽ കാര്യം കഴിഞ്ഞിട്ടിറങ്ങണോ. അവിടെ ഇരുന്ന് ഒരുപാട് സമയം ചെലവഴിക്കരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കൃത്യമായി നിസ്കാരം രാവിലെ സുബഹിയുടെ നിസ്കാരം ഖലാഖിട്ട് നീ എന്ത് ചെയ്താലും ബറക്കത്തില്ല. ബറക്കത്തിന് വേണ്ടി ഓടുകയാണ്. തങ്ങന്മാരടുത്ത് ഉസ്താദന്മാരടുത്ത് ദ്വീപിന്ന് വന്നാള്, മക്കത്തുനിന്ന് വന്നാള്, മുക്കത്തുനിന്ന് വന്നാള്. ഇപ്പൊ എല്ലാ ബിസിനസ് ഡല്ല്. റിയൽ എസ്റ്റേറ്റിന്റെ അഡ്രസ് ഇല്ല, ബ്രോക്കർമാർക്ക് പണിയില്ല, എന്തില്ല. എല്ലാ ബിസിനസ് അടക്കിയിട്ട് ഞാൻ ഒരാള് പറഞ്ഞു ഉസ്താദ് എല്ലാ പുട്ടുട്ടി ഇപ്പൊ പൊതുരെ വിഷയത്തിൽ എന്തേട്ടെ അത് ബാക്കി ബാണ്യ നിന്റെ ഇത് നിൽക്കില്ലല്ലോ ഉസ്താദ്. പൊതുരപാണ്യ നിൽക്കില്ലല്ലോ. ഇതാവും വേറെ എന്താവല്ല. ഏതുവാകട്ടെ എല്ലാം ഒന്നും ബ്ലോക്കായി എല്ലാം അടങ്ങേറാണ്. ഇപ്പൊ നിങ്ങൾ ആരുടെ കണക്കൊക്കെ പോകണ്ട. ഇപ്പൊ കണക്ക് കേട്ടെങ്കിൽ നാളെ ചൊന്തണ്ട നിങ്ങളെ കണക്ക് എന്തിന്. ഇപ്പൊ കണക്ക് കേട്ടെങ്കിൽ അങ്ങ ചൊല്ലു എന്തിന്. നിങ്ങൾക്ക് കൈകത്തറ് ബായികത്തില്ല. ഇത് ഇങ്ങ പഠിച്ചു വെച്ച മാറ്റർ ഇത് ഉമ്മയുടെ പേര് അബ്ബയുടെ പേര് അബ്ബയുടെ പേര് പത്ര ഉൾക്കൊരു സംഖ്യ 8 8 18 ഓണം കണക്കൂട്ട് പോകണില്ല അല്ലേ. ഓണ് കണക്കൂട്ടി തെല്ല് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. ബന്ധത്തിൽ സലാമത്തെ നിങ്ങൾക്ക് കൈകത്തറ് മാത്രം ബായികത്തില്ല. ഇയാൾക്ക് കൈകത്തറ് ബായികത്തില്ല ഈ പണി തുടങ്ങിയ വേറെ. പിന്നെ നിങ്ങളെ യജമാനത്തി തെല്ല് അട്ട പോലെ. ആരജമാനത്തി നിങ്ങളെ യജമാനത്തി ഇയാൾക്ക് എങ്ങനെ മനത്തായത്. ഇയാളെ യജമാനത്തി അട്ട ഉണ്ട്. എല്ലാരെ യജമാനത്തിയും അട്ട ഇല്ലാത്ത യജമാനത്തി ആർക്കുമില്ല. പിന്നെ മക്ക ചൊന്നേ പോലെ കേക്കില്ല. ഇയാളെ മക്ക കേൾക്കുന്ന ചൊന്നേ പോലെ. ആരെ മക്ക കേക്കില്ല ചൊന്നേ പോലെ. പിന്നെ സുബൈകഞ്ചിന് സ്വർത്തുക്ക് പോകും മനസ്സേ ഇല്ല. ആർക്കെങ്കിലും സുബൈകഞ്ചിന് സ്വർത്ത് പോലെ ആർക്കെങ്കിലും മനസ്സുണ്ട്? ആർക്കുണ്ട്? ആർക്കില്ല മനസ്സ്. ഇനി കണക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ കണ്ടെങ്കിൽ എത്രമാ ചതിരങ്ങളുള്ള. ഇപ്പൊ ചതിയന്നുള്ള വേറെന്തില്ല. എല്ലാവർക്കും ചതിയുള്ള. നിങ്ങളെല്ലാം അപ്പുറത്ത് ഇപ്പുറത്തെ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ നഞ്ചിയുണ്ടോ ഒക്കെ.
ഇതന്നെ ചെന്ന് വേറെന്തല്ല. ഇപ്പൊ വേഗത്തിൽ ഇതെന്തു സമാകുമ്പോണ്ട് ഒരു 2-2.5 വർഷം ഈ സർക്കാർ ഇനി വന്നെങ്കിൽ ഇത് വേഗത്തിൽ സമരം ചെയ്യില്ല. ഈ രൂപത്തിലാണ് നമ്മളതെല്ലാം രാവിലെയുടെ സുബഹിയുടെ ആ നിസ്കാരം നിസ്കരിക്കാതെ ഖളാക്കി കടന്നാൽ ബാലശൈത്താനു ഫീ ഉദ്നി, അവന്റെ 2 കാതിൽ ശൈത്താന് മുദ്രമൊടിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, റമളാന്റെ നോമ്പ് ബാക്കിയുള്ള നോമ്പുകൾ അത് മുത്ത് കൊടുത്താ തീരുന്നതല്ല. ചില ഗർഭിണികളൊക്കെ അങ്ങനെ കരുതി, ചില പ്രസവിച്ചവരൊക്കെ അങ്ങനെ കരുതി അരി കൊടുത്താ മതിയോ. ഓരാ ഉമ്മ, കൊല്ലങ്ങൾ കഴിഞ്ഞാ നീ നോമ്പ് നോക്കിയിട്ട് അതിന്റെ കൂടെ അരി കൊടുക്കാനാ. അതുകൊണ്ട് മുമ്പിന് നോമ്പുകൾ ഫർളുകളെല്ലാം തീർത്തിട്ട് ഇത്തഖിൽ റസൂലുള്ള പറയുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണേ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണേ. നീ ഏറ്റവും വലിയ ആബിദാണ്, നീ നല്ലവനാകണോ. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, നോമ്പെടുത്തത് കൊണ്ട് മാത്രമായില്ല, എല്ലാ തെറ്റുകളും കുറ്റങ്ങളിൽ നിന്നോ നീ മാറി നിൽക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റായതൊന്നും ചെയ്തു പോകരുത്. മങ്ങിൽ തുമ്പത്തും മിഞ്ഞാന്നൊരാൾ കാണുന്നത് തുണിയെല്ലാം ഉദ്ദാക്കിയിട്ട് ഉളുക്കത്ത് കീസര കൈയിട്ട് തൊട്ടെടുത്തോണ്ട് എന്നിന്റെ തൊട്ടെടുത്തിട്ട് ഓരോന്നേ എടുത്തോണ്ട് വന്നോണ്ട് എന്ത് മൈസൂർ പോക്കി പാക്ക് എടുത്ത വന്നിട്ട് തൊട്ടയിലിട്ട് ചൗത്തുകു സീരിനെ എടുത്തുകൊണ്ട് മംഗളത്തിന്റെ ഹാൾന്നോ മൈസൂർ ബാഗ് ഔത്തേ കൊണ്ടുവന്ന് തൊട്ടെ ഇവിടെ മടിയിൽ തൊട്ട കെട്ടിയവണ്ട് മംഗലത്ത് വരുമ്പോ സുബ്ഹാന ജല്ല ജലാൽ. മുഅ്മിനീങ്ങളെ, അത് നല്ല സ്വഭാവമല്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇഖ്റാം. ഒന്നെടുക്കേണ്ടിടത്ത് ഒന്നേ എടുക്കാവൂ. റമളാൻ മാസത്തിലുണ്ട് സമൂസ കക്കുന്ന കള്ളന്മാർ അല്ലേ. ഒരു സമൂസത്തിന് ഡെസ്കിനടിയിൽ ഒരു സമൂസത്തിന് ബാക്സിരങ്ങ, ഒരു സമൂസ മടിയിൽ കെട്ടു. എനിക്കറിയാം വലിയൊരു ആചാറ്. ഒരു നാൾ പള്ളിയിൽ നോക്കുമ്പോ കണ്ടിരെ ഭർത്ത് വേണ്ട കൈരൊട്ട് ഒരു സമൂസ കാത്തു തെച്ച് ഈ കൈ ആരത് നോക്കാൻ നോമ്പെല്ലാം തുറന്നിട്ട് മക്കളെല്ലാം പോകുമ്പോ ഒരു ബാസിര ഒരു ആചാർ വന്നിട്ട് ഈ സമൂസനെടുത്തിട്ട് മടിയിൽ കെട്ടിയോണ്ട് പോകുന്ന കാണും. ഇന്നാലില്ല. റമളാൻ മാസത്തിൽ സമൂസ പള്ളിയിൽ നിന്ന് സലാത്തിന്റെ സീർണി കക്കുന്ന കള്ളന്മാർ. ഒന്നിപ്പുറത്തെ കയ്യിൽ ഒന്നപ്പോ കിട്ടിയിട്ടില്ല പെറോ കയ്യിൽ വേറെ ഒന്നുണ്ട്. കിടാവിന്റെ കയ്യിൽ 2 കെട്ട് കൊടുത്തു കടത്തിറ. പിന്നെ കിട്ടിയിട്ടില്ല, കെട്ടുണ്ടാ പാടുള്ളതല്ല, തെറ്റാണ്, കുറ്റമാണ്. ഉമ്മ, ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് വേഗം പോയിട്ട് വെച്ചിരവിടെ പായസ സുഡ്ഗാട് അത് ഇത് സ്വീറ്റ് എല്ലാം തിന്നിട്ട് ഒരര കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ബിരിയാണിയോ അത് ഇതൊക്കെ. അതെല്ലാം നല്ല സ്വഭാവമല്ല. ചില ബാലക്കാരുണ്ട് പ്ലേറ്റിൽ നിന്ന് മസാല ചിക്കൻ കബാബ് എല്ലാം തിന്നിട്ട് അപ്പുറം ഇപ്പുറം നോക്കിയാൽ എല്ലാം അപ്പുറത്തെ പ്ലേറ്റ് എടുത്തിട്ട് കൊണ്ട് പേട് ഡിമ്മ പോയിട്ട് CC ക്യാമറയിലുണ്ട്. ജാഗ്രത നോക്കിയുള്ളൂ. CC ക്യാമറയിൽ പിടിച്ചിട്ട് അല്ലേ. അല്ലാഹുവേ, നല്ലതല്ലാത്തതൊന്നും തെറ്റുകളാകുന്നതൊന്നും അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാമായതേതും ചെയ്തു പോകരുത്. പള്ളിയിൽ നിന്ന് ചെരുപ്പ് കക്കുന്ന കള്ളന്മാരുണ്ട്. മക്കത്ത് മഹ്റമിൽ പോയിട്ട് ചെരുപ്പ് കക്കുന്ന കള്ളന്മാരുണ്ട്. ഉംറത്ത് പോയിട്ട് 10 പറയുമ്പോ രണ്ടാൾ തേടിയോളാറ് രണ്ടാൾ കേട്ടി എന്തിനു തേടിയോളേ നല്ല കമ്പണ്ട് ചെരുപ്പ് കിട്ടിയല്ലോ ഉസ്താദ്. എവിടെ? ഹറമിൽ തവാഫിന് പോയ മനുഷ്യന്മാരെ ചെരുപ്പ് കക്കുന്ന കള്ളന്മാർ 60,000-70,000 രൂപ ചെലവഴിച്ചിട്ട് ഹറമിലേക്ക് പോയിട്ടവിടെ പോയിട്ട് കക്കുന്ന കള്ളന്മാർ സൂക്ഷിക്കണേ. കാബയുടെ മുറ്റത്ത് പോയി സെൽഫി എടുക്കുന്നവർ, കാബയിലേക്ക് തിരിഞ്ഞെടുത്ത് സെൽഫി എടുക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മക്ബറയിലേക്ക് തിരിഞ്ഞ് പിന്തുവാര വിട്ട് സെൽഫി എടുക്കുന്നവർ. എന്തിനാ ചെറുപ്പക്കാരെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഈ സെൽഫിയോടുകൂടെ ഈ
തിന്മയോടുകൂടെ നമ്മുടെ അമലുകൾ ബാത്തിലാക്കാനാണോ? അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണേ മുഅ്മിനീങ്ങളെ. നിസ്കാരം കളാക്കിയിട്ട് സകലവും ഹറാമാണ്. നിസ്കാരം കളാക്കിയിട്ട് എക്സസൈസിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചാലും അത് ഹറാമാണ്. ബെറ്റിംഗ് ഇല്ലെങ്കിലും ഹറാമാണ്. ഫുട്ബോൾ ആണെങ്കിലും ഹറാമാണ്. അത് ചെസ് കളിക്കലാണെങ്കിലോ നിസ്കാരം കളാക്കിയിട്ടുള്ള കളികൾ എല്ലാം ഹറാമാണ്. അത് എക്സസൈസിന് വേണ്ടിയോ ആരോഗ്യത്തിന് വേണ്ടിയോ ബെറ്റിംഗ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാം സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്ലുകാരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണേ കളികളുടെ പിന്നാലെ. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള് ആകാശവും ഭൂമിയും നമ്മൾ പടച്ചിട്ടില്ല, കളിക്കാൻ വേണ്ടി പടച്ചതല്ല. അത് രണ്ടിന്റെയും ഇടയിലുള്ള നിങ്ങൾ ആരെയും കളിക്കാനല്ല പടച്ചത്. കളിക്കാൻ എന്ത് ഇൻട്രസ്റ്റ് ആണ്? ക്രിക്കറ്റിൽ എന്ത് താല്പര്യമാണ്? ഫുട്ബോളിൽ എന്ത് താല്പര്യമാണ്? ഇന്ത്യയുടെ കളി കാണാ എന്തൊരു ആവേശമാണ്. ആ കളി ക്രിക്കറ്റുകാരുടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന ദിവസം വയത് നടത്തിയ വയതില്ല, ഉറൂസിന് ആളില്ല, ഒന്നിനും കല്യാണത്തിന് ആളില്ല. 24 മണിക്കൂർ ഇതിന്റെ മുമ്പിലിരുന്നിട്ട് കളി കാണുന്ന ചെറുപ്പക്കാരെ ഈ സമയോ അല്ലാഹുത്തരം പറയേണ്ടതാണ്. അല്ലാഹുവേ, നീ തന്ന ജീവിതോ നന്മക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മമാരെ, സ്കൂൾ ഡേകൾ എന്ന പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ, ഡാൻസുകൾ, പാട്ടുകൾ, അനാവശ്യങ്ങളിൽ നമ്മുടെ മക്കൾ ഏർപ്പെടുമ്പോ ഇതൊക്കെ പൊരുത്തപ്പെടാൻ കഴിയുമോ? പച്ചയായ ഹറാമുകൾ. യുവതികൾ തുള്ളിച്ചാടുകയാണ്, ഡാൻസ് കളിക്കുകയാണ്, ഒപ്പന കളിക്കുകയാണ്. ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. എന്റെ മോൾക്ക് ഫസ്റ്റ്, എന്റെ മകള് സെക്കൻഡ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരില്ലേ? അല്ലാഹു പൊരുത്തപ്പെടാത്ത ആഘോഷമാണിത്. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി സ്കൂൾ ഡേകളിൽ നടക്കുന്ന തിന്മകൾക്ക് പർദ്ദയിട്ട് പോകുന്ന പെങ്ങളെ, ഹാജിയാരെ, കമ്മിറ്റി മെമ്പർമാരെ, നാട്ടുനേതാക്കന്മാരെ, അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ട. ഈ തിന്മകൾക്ക് കൊടുക്കുന്നവരാരോ, അതിനുവേണ്ടി ഡൊണേഷൻ കൊടുത്തവരാരോ, അതിന് സഹായിച്ചവരാരോ അല്ല ഉസ്താദേ. മക്കൾക്കല്ലേ, മക്കൾക്കോ അത് മറ്റാർക്കെങ്കിലോ ആർക്ക് വേണ്ടിയാണെങ്കിലും പച്ചയായ ഹറാമ്, ഈ ഡാൻസുകൾക്ക്, ഈ ഹറാമുകൾക്ക്, ഈ തെറ്റുകൾക്ക്, ഈ കുറ്റങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു പോയാൽ നാളെ റബ്ബിന്റെ മഹ്ശറയിലെത്തുമ്പോ അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ടവരാണ്. ഇതുപോലെയുള്ള ഹറാമുകൾ, കല്യാണ വീടുകളിൽ നടക്കുന്ന പാട്ടുകൾ, അവിടെ നടക്കുന്ന മ്യൂസിക്കുകള്, അവിടെ നടക്കുന്ന തുള്ളിച്ചാടലുകൾ വിട്ടുനിൽക്കണേ ചെറുപ്പക്കാരെ, ഉമ്മമാരെ. മൈലാഞ്ചിയുടെ പേര് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുമ്പോ, പാട്ട് പാടുമ്പോ, നിസ്കാരം കളാക്കുമ്പോ, കല്യാണത്തിന്റെ ദിവസം പോലെ നിസ്കാരം കളാക്കുമ്പോ, ഭക്ഷണം വലിച്ചെറിയുമ്പോ, കല്യാണ ദിവസങ്ങളിൽ ഹറാമുകൾ പാടുമ്പോ, ആണും പെണ്ണും ഒന്നിച്ചു കലരുമ്പോ, കല്യാണ രാത്രിയിൽ താളമെന്ന പേരിൽ പെണ്ണിന്റെ വീട്ടിൽ പോയി 10-20 ചെറുപ്പക്കാര് പോയി ആക്രമിക്കുന്ന അക്രമമില്ലേ? അല്ലാഹു പൊരുത്തപ്പെടുമോ? മിൻ ഹമീമിൻ വലാ ശഫീഅ. ആക്രമിക്കുന്ന ആർക്കും അല്ലാഹുവിന്റെ സഹായമില്ല, അല്ലാഹു രക്ഷപ്പെടുത്തുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നല്ല മനസ്സ്, നല്ല സ്വഭാവം നൽകണേ അല്ലാഹ്. ഒരു സ്വലാത്തില്ലേ? സ്വലാത്തുല്ലാഹ്.
അള്ളാഹു ബർക്കത്താകട്ടെ. പോയ ആൾക്കും ബർക്കത്താകട്ടെ, ഇരുന്ന ആൾക്ക് അതിനെക്കാളും കൂടുതൽ ബർക്കത്താകട്ടെ. അങ്ങനെ ഒന്ന് ഇരുന്നെന്തിന് ചിലപ്പോൾ അർജന്റ് ഉള്ള ആൾക്ക് എഴുതിട്ട് പോകാൻ ഞാൻ അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം, സർബത്തെല്ലാം കൊടുക്കട്ടെ. ഇനിയിപ്പോ കൊടുക്കുന്ന കാമണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. പിന്നെ മധ്യം പോകുമ്പോ കുടിക്കാം സർബത്ത്. എന്ത് വേണം? ഇപ്പൊ വേണം? പിന്നെ വേണ്ട, അത് ആർക്കും വേണ്ട. സർബത്ത് കുടിക്കല്ലേ അല്ലേ? എങ്ങനെ കാത് കൊടുത്ത പോലെ കുടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അസൗകര്യം പോലെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അള്ളാഹു അനുഗ്രഹിക്കണേ. അള്ളാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കവർ വരുന്നുണ്ട്. നാളെ തങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകം ദുആക്ക് ഉണ്ടാകും. നിങ്ങളെ മുറാദെല്ലാം എഴുതിയിട്ട് നല്ല സംഭാവന. ചില ആളെ കവർ തിരിച്ചു കൊടുക്കുമ്പോ എന്തുണ്ടാകുന്നില്ല, കാലി ഡോങ്കിയാക്കലൊക്കെ ഉണ്ട്. പിന്നെ 10 രൂപ നോട്ട് അട്ടി വെച്ചിട്ട് കുറെ കവറിന് ഗം ടേബിൾ ഇട്ട് കൊടുക്കുന്ന ഇത്തരം അട്ടി. ഈ പോലീസുമാരെല്ലാം കൈക്കൂലി കൊടുക്കുന്ന ആളെല്ലാം അങ്ങനെ കവറിലിട്ട് കാണിച്ചിട്ട് 100 രൂപ ഇരിക്കുന്ന 10 രൂപന്റെ 10 നോട്ടും ഈനെ വെച്ചിട്ട് കൊടുത്തിട്ട് സീത പാസ്സാക്കുന്ന പയ്യനാച്ചോടെ കാറിലുണ്ടോ? ഇല്ലല്ലേ? കൈക്കൂലി കൊടുക്കുന്ന ആളെ പോലീസാ? പോലീസ് നല്ല നല്ല മാന്യന്മാരായ പോലീസുകാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആരും മോശക്കാരല്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. അപ്പൊ എന്ത് ചെയ്യാ? നല്ല സംഖ്യ നിങ്ങൾ കൊടുക്കുന്നത് അള്ളാഹു അറിയുന്നു. നിങ്ങളുടെ നിയ്യത്ത് അള്ളാഹു അറിയുന്നു. നല്ല സദഖ. നല്ല സദഖ എല്ലാരും കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉപ്പയും മോനും നടന്നുകൊണ്ട് പോകുമ്പോ ഉപ്പ പറഞ്ഞാല, പഠിച്ചോനെ ഈ പാറക്കല്ലെല്ലാം പൊന്നായിട്ട് ബംഗാറായിട്ട് എന്തിനാ പള്ളികളിലെ കൊടുക്കാൻ? മോണ് കേട്ടല്ല, അപ്പൊ എല്ലാ ബംഗാർ പള്ളി കൊടുത്ത ഞങ്ങൾക്ക് എന്ത് വേണ്ടേ? ഇതായിട്ടില്ല, കിട്ടിട്ടില്ല. ഇപ്പൊ കല്ലേ ഉള്ളേ അല്ല, അതായിട്ട് കിട്ടട്ട് പിന്നെ നോക്കാൻ. അബ്ബന്റെ ഡയലോഗ് ഒരു പീസ് കൊടുക്കല്ല പള്ളിക്ക് അർത്ഥമില്ലേ? അങ്ങനെ ആ രൂപത്തിൽ ധാരാളം കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ കൊടുക്കുക. എടുത്തു വെച്ച് ഇനിയിപ്പൊ പുതിയ 2000 നോട്ടെല്ലാം വേണമെന്ന് ന്യൂസെല്ലാം വന്നുകൊണ്ട് എല്ലാം കൊടുത്ത് തീർക്കി. അള്ളാഹു ബർക്കത്താകട്ടെ. എന്തില്ല ചെല്ലുങ്ങോ പെണ്ണുങ്ങളിൽ 50,000-25,000 ഇരിക്കുന്ന മാമൂല് ഒളിപ്പാണ്ടി വെച്ചതല്ല. ഒരു ഉമ്മ എപ്പോഴും ചെന്നല്ല നല്ല കപ്പൻ തൊടവ് തീര, അത് പുറത്തില്ല. കപ്പൻ തുണി നല്ല ചെന്ന കപ്പൻ തുണി തൊടവ് തീര, അത് കളിക്കിട്ടാണ് അത്രല്ല ഊതല ഇട്ട് വെച്ചത്, അത് തൊടവ് പുറത്തില്ല. ഞമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കില്ലേ? 1,00,000 ചില്ലറ ഉണ്ട് ഈ കപ്പൻ തുണിയിൽ 1000 രൂപന്റെ നോട്ട് ഉണ്ടാക്കിട്ട് വെച്ചത്. അതിനെ ആയ്മത് വസിയത്തുണ്ട്. അതിനെ തൊടവ് തീരാൻ ലക്ഷക്കട്ടല കാസ് ആണിങ്ങളിത് കട്ടതും പുള്ളിയൊക്കെ കൊടുത്തതെല്ലാം മുദ്ദാക്കിട്ട് വെച്ചിരുന്ന കപ്പൻ തുണിയിൽ എന്തൊക്കെ വെച്ചിരുന്ന് പഠിച്ചോനെ അറിയും. നോട്ട് നിഷേധാക്കിയപ്പോ എല്ലാം പുറത്ത് വന്നു. മുസല്ലന്റെ ഉള്ളിൽ സലാത്ത് കിതാബിന്റെ ഉള്ളിൽ വെച്ചത് അവിടെ വെച്ചു കൊടുക്കി. മുമ്പ് നിങ്ങളെ ഉമ്മമാരാണ്, പെണ്ണുങ്ങളാണ് പണ്ട് മുതലേ സദഖയിൽ മുന്നിൽ ധാരാളം സദഖ കൊടുക്കുക. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഉമ്മമാരെ അനാചാരങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷങ്ങൾ ഹാജിമാരുടെ വീട്ടില്, ഉസ്താദന്മാരുടെ വീട്ടില്, തങ്ങന്മാരുടെ വീട്ടില്, നേതാക്കളുടെ വീട്ടില് എല്ലാം ബർത്ത്ഡേ ആണ്. പഴയ കാലത്തൊക്കെ ദിക്ർ ചൊല്ലിക്കലുണ്ട്, ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കലുണ്ട്, യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്. അതെല്ലാം തെറ്റല്ല. ബർത്ത്ഡേയുടെ പേരിൽ ഹറാമുകൾ ചെയ്യുമ്പോ, കേക്ക് മുറിക്കുമ്പോ പേരെഴുതിയിട്ട് കേക്ക് മുറിച്ചിട്ട് പിഞ്ചു പൈതങ്ങളെ സാക്ഷികളാക്കിയിട്ട് അല്ലാഹു നിനക്ക് തന്ന പൊന്നു മക്കളെ പടച്ചുറപ്പ് പിടിച്ചു കൊണ്ടുപോയാ നീ ആരോട് ചോദിക്കാനാണ്? ബർത്ത്ഡേയുടെ പേരിൽ കേക്ക് കട്ട് ചെയ്തിട്ട് പാശ്ചാത്യ സംസ്കാരം കൊണ്ട് നടക്കുന്ന ഉമ്മമാരെ അല്ലാഹു പൊരുത്തപ്പെടുമോ? കോളേജ് ക്യാമ്പസുകളിൽ ബർത്ത്ഡേയുടെ പേരിൽ അക്രമങ്ങൾ നടക്കുമ്പോ, ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ അനാചാരങ്ങൾ നടക്കുമ്പോ, ബർത്ത്ഡേയുടെ പേരുകളിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി കോളേജുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോകുന്നുവോ? പെൺമക്കളൊക്കെ വഴിതെറ്റി പോവുകയാണോ? കോളേജ്
ക്യാമ്പസുകളിൽ പോകുന്ന പൊന്നുമക്കള് ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് എവിടെ പോകുന്നു, ഏത് മാളിൽ പോകുന്നു, ഏത് ബീച്ചിൽ പോകുന്നു, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല. ഞാൻ കൂർണടുക്കയില് ഖത്തീബായപ്പോ ഒരു സഹോദരിയുടെ മൊബൈല് ഒരു വാപ്പ ഞാൻ പറഞ്ഞത് മൂലം പിടിച്ചു വെച്ചപ്പോ ആ സഹോദരി രാത്രി 2 മണി നേരത്ത് ഡയലോഗ് മെസ്സേജ് അയച്ചെടുക്കുകയാ. ഉസ്താദിനെ കത്തിയെടുത്ത് കൊത്തിയിട്ട് കൊല്ലണോ? എന്തിനാ? ഒരു സഹോദരിയുടെ ഒരു മകളുടെ കയ്യിൽ നിന്ന് വാപ്പ മൊബൈൽ ഫോൺ വാങ്ങാൻ ഞാൻ കാരണക്കാരനായതിന്റെ പേരില് എന്നെ കൊല്ലണമെന്ന് കല്യാണം കഴിയാത്ത പെൺകുട്ടി പറയണമെങ്കിൽ ഈ പെണ്ണിന്റെ മൊബൈലിലുള്ള കളി എന്താണ്, അവരുടെ അനാചാരങ്ങൾ എന്താണ്? നമ്മുടെ പെൺമക്കൾ ഓടിപ്പോയാൽ പിന്നെ പറയൂ അവർ പൊടിയിട്ടതാണ്, ഇവർ ഐസ്ക്രീമിൽ കലക്കിയതാണ്, അങ്ങ് ജ്യൂസിൽ കലക്കിയിട്ട് കൊടുത്തിര്, അങ്ങ് മാട്ടാക്കിയിട്ട് വീഴ്ച പോയില്ലേ, എന്തിനങ്ങളെ ജ്യൂസ് കുടിക്കണോ, എന്തിനവർ ഐസ്ക്രീം തിന്നണോ, എന്തിനാണ് അവരുടെ കൂടെ പോകുന്നത്? ഉമ്മമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കാതെ പോയാ ഇന്ന് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, കറുപ്പ് പ്രശ്നമല്ല, വെളുപ്പ് പ്രശ്നമല്ല, പെണ്ണിനൊരാണ്, ആണ് ഒരു പെണ്ണ്, ഇത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് സ്കൂൾ ഡേകളാകുന്ന അനാചാരങ്ങൾ, ബർത്ത്ഡേകളാകുന്ന അനാചാരങ്ങൾ, ചില ഇടങ്ങളിൽ ഉറൂസ് പോലും. ഇന്നലെ ഞാനൊരു നോട്ടീസ് കാണാനിട വന്നു. ഉറൂസ് എന്ന പേരിൽ മഹാന്മാരെ സാക്ഷി നിർത്തിയിട്ട് ഡാൻസാണ്, പാട്ടാണ്, കളിയാണ്, അനാചാരങ്ങളാണ്. അങ്ങനെയൊന്നിലേക്കും നമ്മളാരും സപ്പോർട്ട് ചെയ്യരുത്. അല്ലാഹു പൊരുത്തപ്പെടൂല. ഉറൂസുകൾ നല്ലതാണ്, അത് നല്ല ദീനിയായ രൂപത്തിൽ വയലും നല്ല സദസ്സുകളും സദഖകളും അതുപോലെയാണെങ്കിൽ ഖൈറാണ്, ആയത്താണ്, സുന്നത്താണ്. അല്ലാതെയോ ഡാൻസുകളും പാട്ടുകളും താളങ്ങളും മേളങ്ങളും മറ്റുള്ള അനാചാരങ്ങളുമായിട്ട് റിയാലിറ്റി ഷോകൾ പാട്ടുകളോടുകൂടെയുള്ള ഉറൂസെന്ന പേരിൽ നടത്തിയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവരാണ്. സ്കൂൾ ഡേകളോ ബർത്ത്ഡേകളോ ഇതുപോലെയുള്ള അനാചാരങ്ങൾ താളത്തിന് പോയി അക്രമം ചെയ്യുകയാ. അക്രമം അല്ലാഹു പൊരുത്തപ്പെടുന്നില്ല. ഒരാളെയും ആക്രമിക്കരുത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരാളെയും ആക്രമിക്കരുത്.